CPI ജില്ലാ കൗൺസിൽ അംഗവും കിസാൻ സഭയുടെ ജില്ലാ പ്രസിഡന്റും തിരൂരങ്ങാടി മണ്ഡലത്തിൽ 2 തവണ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന ശ്രീ നിയാസ് പുളിക്കലകത്ത് ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങ് ഇടതു സ്വതന്ത്രനായി മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. മണ്ഡലത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇപ്പോൾ CPI ജില്ലാ കൗൺസിൽ അംഗമാണ്. PV അൻവർ MLA, നിലമ്പൂരിലെ ഇടതു സ്വതന്ത്ര MLA ആയ അൻവർ MLA ഇന്നൊരു പൊതുയോഗം സംഘടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും. പിന്നീട് പാർട്ടിയും സർക്കാരും അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളെ നോക്കിക്കാണുന്നത്? അൻവർക്ക തുടക്കത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ജനം ആഗ്രഹിക്കുന്ന ചില ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവിടുന്ന് ശേഷമുള്ള രീതികൾ മറ്റ് പല ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണോ കാര്യങ്ങൾ പോകുന്നത് എന്നതിലേക്ക് അധിക ആളുകളിലും ഒരു ചോദ്യചിഹ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം ചെയ്യുന്ന ഈ പൊതുയോഗത്തെയൊക്കെ ഒരു സംശയത്തോടു കൂടിയിട്ടാണ് നമ്മളെ രാഷ്ട്രീയത്തിനെ പറ്റി കൂടുതൽ പഠിക്കുന്ന ആളുകളൊക്കെ കാണുന്നത്. അത്ര ഒരു പോസിറ്റീവായിട്ടല്ല കാണുന്നത്. എങ്കിലും അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിലൊക്കെ തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതൊന്ന്. ഞങ്ങളൊക്കെ ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. ഞാൻ 3ാം ക്ലാസ് മുതൽ KSU സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും എൻ്റെ ഗ്രാജുവേഷൻ കഴിയുന്നത് വരെ KSUവിന് വേണ്ടി പടപെട്ടി. ആ ഒരു ജനാധിപത്യ രീതിയിൽ ചില ചോദ്യം ചെയ്യലുകൾ അനിവാര്യമാണെന്ന് ചില ചോദ്യങ്ങൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനേക്കാളും നല്ല പ്ലാറ്റ്ഫോം ഇടതുപക്ഷ ചേരിയാണെന്നും ഇന്നത്തെ മതേതര ഇന്ത്യയെ നിലനിർത്തുവാനൊരു ഇടതുപക്ഷ ചേരിയുടെ ശാക്തീകരണം അനിവാര്യമാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയിട്ടാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് മാറിയത്. എന്തെങ്കിലും അധികാരസ്ഥാനത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് ആര് ചിത്രീകരിച്ചാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെയൊന്നുമല്ല. മതേതരത്വ ഇന്ത്യയിലെ മതേതരത്വ സ്വഭാവവും ആ ഫെഡറൽ സ്വഭാവവും നിലനിർത്തുവാൻ ഇടതുപക്ഷ ചേരി ധൈര്യപൂർവ്വം നിലപാടുകളെടുക്കുന്ന, ഉറച്ച നിലപാടുകളെടുക്കുന്ന, അതുപോലെ ബോധ്യപ്പെടുത്തുന്ന, എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ വരുമ്പോൾ അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുന്ന രൂപത്തിലേക്കുള്ള സംശുദ്ധമായൊരു ഇടതുപക്ഷ ചേരി അനിവാര്യമാണെന്നുള്ള ചിന്തയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ വഴിമാറ്റി സഞ്ചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ചു കാലങ്ങളിൽ ഈ ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സ് നമ്മോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു കേട്ടപ്പോൾ ഞങ്ങളുടെ ബോധ്യം അതിനോട് സമമായിട്ട് യാത്ര ചെയ്തപ്പോഴാണ് ചില പ്രതികരണം ഉണ്ടായത്. അതും ഞാൻ ഒരാളെയും വിമർശിച്ചുകൊണ്ടോ ഒരാളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടോ ഒന്നല്ല. ആ ഒരു രീതിയിലേക്ക് ഇടതുപക്ഷ ചേരികൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പൊയ്ക്കൂടാ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുള്ള ഒരു ബോധ്യമാണ് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതങ്ങനെ നിലപാട് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതെല്ലാം ഒരു അച്ചടക്കത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കാത്ത രൂപത്തിലേക്ക് ചെയ്യണമെന്ന് വ്യക്തമായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പാർട്ടി തൽക്കാലം ഇപ്പോൾ ആ വിവാദത്തിലേക്ക് പങ്കുചേരേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഫേസ്ബുക്ക് പിൻവലിച്ചതും നല്ലവണ്ണം ആലോചിച്ചിട്ട് തന്നെയാണ്. അതും എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്കയുണ്ടോന്നല്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആ ഒരു അതിർവരമ്പുകളും അതിൻ്റെ അച്ചടക്കങ്ങളൊക്കെ പരമാവധി പാലിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു മാന്യനായ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ലക്ഷണമാണ്. അതിൻ്റെ മാന്യതയുടെ അതിർവരമ്പ് ലംഘിച്ചുകൂടാ എന്നുള്ളത് ഒരു ഉറച്ച വിശ്വാസമുണ്ട്. അങ്ങയുടെ പാർട്ടി ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പോലെ ADGP അജിത് കുമാറിനെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഒരു വിഷയങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത് PV അൻവർ MLA തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ആ ഒരു വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളാണെങ്കിലും തുടക്കത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ 100% അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ശേഷം അദ്ദേഹം ആര് ജയിക്കണം ആര് തോൽക്കണം എന്നുള്ളതിലേക്കുള്ള വെല്ലുവിളികളുമായിട്ട് വന്ന ആക്ഷേപങ്ങൾ ഞങ്ങളാരും പിന്തുണക്കുന്നില്ല. ADGP അജിത് കുമാർ ആണെങ്കിലും സുജിത് ദാസ് ആണെങ്കിലും കളങ്കിതരാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പൊതുസമൂഹത്തിന്, ഞങ്ങൾക്കൊക്കെ പൊതുപ്രവർത്തകർക്കും പല അനുഭവത്തിനും ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷേപം ഉണ്ടാകുന്ന സമയത്ത് ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ്. അത് പറയേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ്. പക്ഷേ അതിൻ്റെ അനുയായികളായ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകന്മാരായ ഞങ്ങൾക്കൊക്കെ ഉള്ള വികാരം ആ ഒരു പോസ്റ്റിൽ അദ്ദേഹത്തെ നിലനിർത്തിക്കൊണ്ടല്ല ഈ അന്വേഷണം നടത്തേണ്ടത് എന്നുള്ളത് മാത്രമാണ്. നിലവിൽ ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന പൊതുയോഗത്തിലേക്ക് രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ കടന്നു വരുമെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായി നിരവധി ആളുകൾ പിന്തുണ അറിയിക്കുന്നുണ്ട്, എതിർപ്പും അറിയിക്കുന്നുണ്ട് ഒരു ഭാഗത്തെ. എങ്ങനെയായിരിക്കും ആ ഒരു പരിപാടിയുടെ വിലയിരുത്തൽ? അങ്ങയുടെ സമ്മിശ്ര പ്രതികരണമായിരിക്കും എന്തായാലും ഉണ്ടാവുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചോദിച്ച ചോദ്യങ്ങൾ ന്യായമാണെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു തുടക്കത്തിൽ. അത് അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വൈകാരികമായ ചില അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ അത് ഒരു ദുരുദ്ദേശത്തോട് കൂടിയിട്ട് ഉള്ളതാണോ എന്നുള്ള തോന്നലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തകന്മാരിലും സാമൂഹിക ബോധമുള്ള ആളുകൾക്ക് സമ്മിശ്രമായ പ്രതികരണം ഉണ്ടാവും. ചില ആളുകൾ വൈകാരികമായിട്ടാണ് ചില കാര്യങ്ങളോട് പ്രതികരിക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുക. രാഷ്ട്രീയ പക്വതയുള്ള ആളുകൾ വൈകാരികമായിട്ട് അതിനോട് അഭിമുഖീകരിക്കാൻ കഴിയില്ല. കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ ആ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളൂ. വൈകാരികമായിട്ടുള്ള ആ പെരുമാറ്റം മാറ്റി നിർത്തിയാൽ അൻവറിനെ എപ്പോഴും അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊക്കെ മലപ്പുറം ജില്ലയിലെ പൊതുപ്രവർത്തകരാണല്ലോ. ഞങ്ങളൊക്കെ തമ്മിൽ നല്ല സൗഹൃദ ബന്ധമുണ്ട്. അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. വ്യക്തമായിട്ടുള്ള ആശയ സംവാദങ്ങൾ നടക്കാറുണ്ട്.
പക്ഷേ എങ്കിലും ആ സൗഹൃദ ബന്ധങ്ങൾ സൂക്ഷിക്കാറുണ്ട്. വേറെ മറ്റുള്ള താല്പര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചോദിച്ച ചോദ്യങ്ങൾ ശരിയാണെന്നുള്ള വ്യക്തമായ ധാരണയുണ്ടല്ലോ തുടക്കത്തിൽ. അതുകൊണ്ടാണല്ലോ അന്വേഷണം പ്രഖ്യാപിക്കുവാനും കാര്യങ്ങളൊക്കെ നിന്നത്. അവിടെ ഒരു ചെറിയൊരു സ്കിപ്പ് വന്നത്, ചോദ്യം ചോദിക്കുന്നവനെ ഇകഴ്ത്തി കാണിക്കുന്നൊരു സമീപനം നല്ലതൊന്നുമല്ല. ചോദ്യം ചോദിക്കുന്നവനെ ആരോട് ചോദിച്ചാലും അത് ഇകഴ്ത്തി കാണിക്കുകയോ അവരെ ക്രിമിനലാക്കി അവരുടെ ക്രിമിനൽ പശ്ചാത്തലം വെളിപ്പെടുത്തി കൊണ്ടുവരിക എന്നൊക്കെ പറയുന്ന ഒരു രൂപത്തിൽ നിന്നാണ് പിന്നെ അത് ഞങ്ങൾക്കൊന്നും താല്പര്യമില്ലാത്ത രൂപത്തിലേക്ക് ആ സംവാദങ്ങൾ മാറിയിട്ടുള്ളത്. ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് തവനൂരിലെ MLA KT ജലീലും സമാനമായ രീതിയിൽ അൻവറിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം ഒക്ടോബർ 2-ന് ശേഷം നിലപാട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ മൊത്തം ഇടത് സ്വതന്ത്രരായി മത്സരിച്ച ഈ ജനപ്രതിനിധികളെ സംബന്ധിച്ച് ഇത്തരമൊരു അതൃപ്തി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് മറ്റുള്ളതുകൊണ്ടല്ല, ഞങ്ങളിങ്ങനെ മത്സരിക്കുകയും പൊതുരംഗത്തേക്ക് വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് രാഷ്ട്രീയ ഭേദമന്യേ ഓരോ പൊതുജനങ്ങളായ ആളുകൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമീപിക്കും. ന്യായമുള്ള കാര്യത്തിനും ന്യായമില്ലാത്ത കാര്യത്തിനും. ന്യായമില്ലാത്ത കാര്യത്തിലാണെങ്കിൽ പരമാവധി നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും. ന്യായമുള്ള കാര്യത്തിന് സർക്കാരിൻ്റെ ചില സംവിധാനങ്ങളുമായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വളരെ നെഗറ്റീവായിട്ടുള്ള, പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഞങ്ങളൊന്നും അന്യായമായിട്ടുള്ള ഒരു കാര്യങ്ങളുമായിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടവരല്ല. കാരണം ന്യായവും അന്യായമൊക്കെ തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ പാഠവും ഒരു 10-40 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ. പക്ഷേ പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നുള്ള രൂപത്തിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പല നിലപാടുകൾ, അത് ചില കാര്യങ്ങൾ ഈ ഒരു സമയം കഴിഞ്ഞുകൊണ്ട് നമുക്കൊക്കെ തുറന്നു പറയാനുണ്ട്. നമുക്കുണ്ടായ അനുഭവങ്ങൾ അൻവർക്കാർക്കോ മറ്റുള്ളവർക്കും ഉണ്ടായ അനുഭവമല്ലല്ലോ എനിക്കുണ്ടാകുക. ഞാനും നിരന്തരമായിട്ട് ജനങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുന്ന ആളാണ്. നന്നമ്പ്രയിൽ ഒരു പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കളങ്കിതരായി സ്ഥലം മാറ്റപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞാൻ സമീപിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പല കാര്യങ്ങളും ഇതൊന്നും നമ്മളുമായിട്ട് ഒരു ബന്ധമുള്ള ആളുകളല്ല, അവർക്കൊരു വിഷയമുണ്ടാകും. അൻവർ പറഞ്ഞതുപോലെ അങ്ങേക്കും നിരവധി കാര്യങ്ങൾ തുറന്നു പറയാം. നിരവധി കാര്യങ്ങൾ പോലീസുമായിട്ട് നിരവധി കാര്യങ്ങൾ നിരന്തരമായിട്ട് സമൂഹത്തിന് വേണ്ടി ഇടപെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലത്തിൽ ഒരുപാട് നെഗറ്റീവ് രൂപത്തിലേക്കുള്ള പെരുമാറ്റം പോലീസിൽ നിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവരങ്ങാടി നിയോജക മണ്ഡലത്തിലെ താനൂർ DYSP, തിരുവരങ്ങാടി സർക്കിൾ അങ്ങനെ തുടങ്ങിയ ചില ആളുകൾ, ഇന്ന് മാറ്റപ്പെട്ടു പോയാലും മാറിപ്പോയവർക്ക് ആളുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ നടക്കുമെന്നുള്ള ധാർഷ്ട്യം. പൊതുപ്രവർത്തകരും ബ്യൂറോക്രാറ്റ്സും കൂടി ചേർന്നിട്ടുള്ളതാണ് ജനാധിപത്യ രാഷ്ട്രീയം. അല്ലാതെ ബ്യൂറോക്രാറ്റ്സിന് മാത്രം അടിയറവ് വെക്കുക, അവർ മാത്രം തീരുമാനിക്കുന്നതാണെങ്കിൽ അത് ജനാധിപത്യം അല്ലല്ലോ. ഞങ്ങൾക്ക് ഈ തുറന്നു പറച്ചിലുകൾ എന്നാണ് പൊതുസമൂഹത്തിന് മുന്നിൽ പറയണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്? ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിവാദത്തിൻ്റെ ഒരു ഓരം ചേരലിലോ ഭാഗം ചേരലിലോ ഒക്കെ ഭാഗമാവുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു രാഷ്ട്രീയമായിട്ടൊരു മാന്യനാണ്. എനിക്കൊരുപാട് പിന്നെ നല്ല സാധ്യതകൾ വരുമ്പോഴും നിൽക്കുന്നിടത്ത് നിൽക്കുക എന്നുള്ളൊരു ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് പാർട്ടിയുടെ ചില ചട്ടക്കൂടുകളുണ്ട്. ഇന്നലെ പോലും പിന്നെ ആ രൂപത്തിലേക്കുള്ള ചില പരിമിതികളല്ല, മാന്യമായിട്ടുള്ള രൂപത്തിലേക്ക് നമ്മൾ അങ്ങ് ചേരുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എനിക്കൊരുപാട് താനൂരിൽ മാറിപ്പോയ DYSP യിൽ മറ്റൊക്കെ ഒരുപാട് ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നന്നമ്പ്രയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ പോലീസ് ഒതുക്കി തീർത്ത ഒരു പീഡന കേസുണ്ട്. അത് അവരുടെ പിതാവ് ഗൾഫിലാണ്, വന്നു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിനോട് പറയുന്ന സമയത്ത് അതിൻ്റെ സാക്ഷിയായിട്ട് ഞാനുണ്ടാകും. എനിക്കതിലൊന്നും ഒരു പേടിയില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ചില സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെയുള്ള പലിശ, ഈ ഉയർന്നു വരുന്ന നാട്ടുപലിശക്കാരുണ്ട് മാസത്തിന്. എന്നിട്ട് അവർ പല വീടുകളിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് നമ്മളോട് ചോദിക്കരുത്. വീടുകളിൽ പോയിട്ട് എനിക്കുണ്ടായൊരു അനുഭവമാണ്, ഭാര്യമാരെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയച്ചോ എന്നുള്ള ചോദ്യം പോലും പോലീസിനോട് പറഞ്ഞപ്പോൾ പൈസ വാങ്ങാൻ നിന്നിട്ടല്ലേ എന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പലിശക്ക് പൈസ വാങ്ങാൻ നിന്നിട്ടല്ലേ, സഖാവ് എന്തിനാണ് അതിലേക്ക് ഇടപെടുന്നത് എന്നുള്ള രൂപത്തിലേക്ക് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരാമർശിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വകുപ്പിനെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ നിയന്ത്രിക്കേണ്ട ആഭ്യന്തര വകുപ്പിന് അത് സാധിക്കാതെ വരുന്നതോടുകൂടിയാണ് ഇത്രത്തോളം അധം പതിച്ചത് എന്നുള്ളതാണ് അൻവറും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നിയന്ത്രിക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രിക്ക് മുകളിൽ സൂപ്പർ മുഖ്യമന്ത്രിയായി പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി മാറി എന്നുള്ളൊരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അങ്ങയുടെ അഭിപ്രായവും ആ രീതിയിൽ തന്നെയല്ലേ എത്തപ്പെടുന്നത്? അത്തരം രാഷ്ട്രീയ അഭിപ്രായങ്ങളിലേക്ക് ഈ സമയത്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എല്ലാ വിഭാഗങ്ങളും രാഷ്ട്രീയക്കാരെ പൊതുവെ ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ അരാഷ്ട്രീയവാദം വരുന്നത് രാഷ്ട്രീയക്കാർ മുഴുവൻ അഴിമതിക്കാരാണ്, കള്ളന്മാരാണെന്നുള്ള ബോധ്യം ഈ പുതിയ ജനറേഷനിൽ ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയത്തിനോട് വല്ലാത്തൊരു അകന്നു പോകുന്ന സമീപനം പുതിയ ജനറേഷൻ, ഭയാനകമാണ് ആ കാര്യങ്ങൾ. അതുപോലെ പോലീസുകാരിൽ എല്ലാവരും അഴിമതിക്കാരോ മോശപ്പെട്ടവരൊന്നല്ല, മഹാഭൂരിപക്ഷം ആളുകളും സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇതുപോലെയുള്ള ചില പുഴുക്കുത്തുകളുണ്ട്. അവരെപ്പോഴും അപ്രമാദിത്വമായിട്ട് അവർക്കൊരു ഗോഡ് ഫാദർ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു ശക്തിയിൽ അവരെങ്ങനെ നിൽക്കും. ഇപ്പം സുജിദാസ് ആണെങ്കിൽ സുജിദാസിൻ്റെ മുകളിൽ ADGP ഉണ്ടാവും. ആ ഒരു ശക്തിയിൽ ഞാൻ എന്ത് ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ബോധ്യം ഇത്തരം ആളുകളിലേക്ക് വരിക. അത്തരം ചില നമ്മുടെ ജഫ്രിയുടെ കൊലപാതകം, അതൊരു എന്തോ അയാൾ ചെയ്തട്ടെ, അതിൻ്റെ പൂർണ്ണമായുള്ള വെളിപ്പെടുത്തലുകൾ നമുക്കാർക്കെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടോ?
അയാൾ എങ്ങനെയാണ് മരിച്ചതെന്ന് പൂർണ്ണമായിട്ട് ഒരു സയൻറ്റിഫിക്കലായിട്ട് തെളിയിച്ചുകൊണ്ട് ഇങ്ങനെയാണിത് പോലീസ് മർദ്ദനമല്ല, അയാൾ ഇന്നതുകൊണ്ടാണ് മരിച്ചതെന്ന് നമുക്കാർക്കും ബോധ്യപ്പെട്ടിട്ടൊന്നുമില്ല. ഒരു പുകമുറ സൃഷ്ടിച്ചതാണ് അങ്ങ് അവസാനിച്ചു പോവുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവസാനിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണല്ലോ. നമുക്കൊന്നും ബോധ്യപ്പെടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടാത്ത രൂപത്തിലേക്ക് പലതും അവസാനിച്ചു പോകുന്നുണ്ട്. അത് ഒരു അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന പരാജയമാണെന്നുള്ളത് ഉറപ്പല്ലേ. ആ പരാജയം ഉണ്ടാവാൻ പാടില്ല. ആരോടും വ്യക്തിവിദ്വേഷമോ അല്ലെങ്കിൽ വൈരാഗ്യമോ ഒന്നുമില്ല. ഇങ്ങനെ ഈ പറയുന്നത് പോലും ചിലപ്പോൾ വലിയ രൂപത്തിൽ നഷ്ടം സംഭവിക്കുന്നുള്ളതൊക്കെ ഉറപ്പാണ്. പക്ഷേ കേരളം ബംഗാളാവരുതല്ലോ. അങ്ങിപ്പോൾ ഉയർത്തുന്ന ഈ വിഷയങ്ങളിൽ, സമാനമായ വിഷയങ്ങളിൽ തുടർ പോരാട്ടം നടത്തുന്ന അൻവറിനപ്പോൾ അങ്ങയുടെ പിന്തുണയുണ്ടാകും. പരിധികൾ വേണമെന്ന് പറയുമ്പോൾ അല്ല, അൻവറിനെ പിന്തുണക്കണോ എന്നുള്ളതിനെ പൂർണ്ണമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഈ പിന്തുണ എന്നുള്ള കാര്യത്തിലേക്കൊക്കെ വരുള്ളൂ. ഇപ്പോൾ പിന്തുണക്കൊന്നില്ല. കാരണം പിന്തുണച്ചിരുന്ന തുടക്കത്തിൽ ആ പിന്തുണയിൽ നിന്ന് നമ്മളിങ്ങനെ മാറിപ്പോവുകയാണ്. ഈ ഇന്നലെ പാർട്ടിയുടെ DCSനെ പറ്റി പറഞ്ഞ പരാമർശത്തിൽ ഞാൻ ഒട്ടും സംതൃപ്തനല്ല. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു നല്ല സഖാവാണ് സഖാവ് EN മോഹൻദാസ്. എതിർക്കുന്നവരെ മുഴുവൻ എതിർക്കുന്ന രീതി ഞാൻ രാഷ്ട്രീയ രംഗത്ത് അവലംബിക്കുന്ന രീതിയല്ല. പൊതുപ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായതിൻ്റെ ഒരു 10% അനുഭവം എനിക്ക്, തിക്താനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനാണല്ലോ എൻ്റെ ബോധ്യം. ആ ബോധ്യത്തിൽ നിന്നും അത് ശരിയാണ് എന്ന് 100%, പ്രത്യേകിച്ച് റീസെൻ്റായിട്ട് വന്ന മലപ്പുറത്ത് വന്ന SP-മാരൊന്നും സംശുദ്ധരല്ല എന്ന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. ഞാൻ അബ്ദുൽ കരീം സാറിൻ്റെ ശേഷവും സുജിദാസിനോടും ശശിധരനോടൊക്കെ ഈ സാറന്മാരോടൊക്കെ പൊതുജനാവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പൊതുപ്രവർത്തന കാലത്ത് എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു സർക്കാർ ഓഫീസുകളിലോ, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ്സുകാരനാണ്, എൻ്റെ പാർട്ടി ലീഡർമാരടുത്ത് പോലും സമീപിക്കാത്ത ഒരാളാണ്. എൻ്റെ സ്വന്തം കാര്യത്തിന് ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു കാര്യത്തിന് പോയിട്ടില്ല. പല തിക്താനുഭവം ബിസിനസ്സിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്, പരാജയങ്ങൾ വന്നിട്ടുണ്ട്. പലപ്പോഴും സമയത്തും ഇവരൊക്കെ ഇടപെട്ടാൽ തീരാവുന്ന രൂപങ്ങൾ നമുക്കൊക്കെ വന്നിട്ടുണ്ട്, ക്രൈസിസുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ആരുടെ പോയിട്ടൊന്നുമില്ല. പോയത് മുഴുവൻ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പുറത്തിരിക്കുന്ന ആളുകളൊക്കെ എനിക്കെന്തെങ്കിലും കൊണ്ടുതരാൻ വന്നൊന്നല്ല, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. ഇത് രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ശേഷം തുടങ്ങിയല്ല. ഞാൻ എൻ്റെ 16.5 വയസ്സ് മുതൽ ഇതുപോലെ പൊതുജന കാര്യത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പ്രായത്തേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. അത് രാഷ്ട്രീയ ശക്തിയുടെ പിൻബലത്തിലൊന്നുമല്ല, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം. മലപ്പുറം ജില്ലയിലുള്ള എല്ലാ പൊതുപ്രവർത്തകരുമായിട്ട് സൗഹൃദം. ഞാൻ പാണക്കാട് തങ്ങന്മാരുമായിട്ട് വലിയ സൗഹൃദത്തിലല്ലേ. ഒരിക്കലും ഞാൻ മുസ്ലിം ലീഗുകാരനായിട്ടില്ലല്ലോ. ഞങ്ങളുടെ കുടുംബം ഒരു ദേശീയ മുസ്ലിം കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബമാണ്. എല്ലാ കുടുംബവും വാപ്പയുടെയും ഉമ്മയുടെയും ഭാര്യയുടെ ഒക്കെ കുടുംബം ആ ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബം. സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നിലുള്ള ഒരു കോൺഗ്രസ് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് ശക്തമായിട്ട് വിരുദ്ധാഭിപ്രായമുള്ള എതിർചേരിയിലുള്ള ഒരു വിഭാഗം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യത. പക്ഷേ ഞാൻ പാണക്കാടുമായിട്ട് ഇന്നും നല്ല ബന്ധമാണ്. ആ ബന്ധം സൂക്ഷിക്കാറുണ്ട്. അല്ല, പാർട്ടിയുടെ അതിർവരമ്പുകളും അതിൻ്റെ നിയമാവലികളൊക്കെ പാലിച്ചുകൊണ്ട് സമൂഹം നന്നാവണം, രാഷ്ട്രീയ ഇടങ്ങൾ നന്നാവണം, നമ്മുടെ അടുത്ത തലമുറയും ഈ രാഷ്ട്രീയത്തിനോട് ഒരു അമിതമായ ഒരു അഭിനിവേശം വരുന്ന രൂപത്തിലേക്ക് സംവിധാനങ്ങൾ മാറ്റണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫൈറ്റ് എന്തായാലും ഉണ്ടാവും. കൃത്യമായ നിലപാടാണ്. LDFൻ്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു, CPIയുടെ നേതാവ് കൂടിയായ നിയാസ് പുളിക്കലകത്ത് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായ ചില അനുഭവങ്ങൾ അത് തുറന്നു പറച്ചിലായി തന്നെ വൈകാതെ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുമെന്നുള്ളതാണ് നിയാസ് പുളിക്കലകത്ത് റിപ്പോർട്ടർ ചാനലിനോട് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, പരപ്പനങ്ങാടി.